ഞങ്ങളിപ്പം താമസിച്ച ലോഡ്ജിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി അങ്ങ് അപ്പോൾ ചെല്ലുമ്പോൾ ഇനി പ്ലാൻ മാറുമോ അറിയില്ല. ഇപ്പോൾ എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അല്ല ഓട്ടോയ്ക്ക് 300 രൂപ 400 രൂപയൊക്കെ ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. അവിടെ പോയി നിൽക്കാം. ഈ കാണുന്നതാണ് സ്കൂളെന്ന് തോന്നുന്നു കേട്ടോ. കാരണം തമിഴ് വായിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡിൻ്റെ ഒരു തണലത്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതായിരിക്കും ബസ് സ്റ്റോപ്പ്. എന്തായാലും നോക്കാം. ഇതങ്ങോട്ട് പോകണതല്ല, ഇത് വേറെയാണ്. ഇപ്പോൾ ഒരു ബസ് വന്നപ്പോൾ അത് മനസ്സിലായി ബസ് സ്റ്റോപ്പ് ഇവിടെയല്ല, ഇതോ അവിടെയാണ്. ആ ഫ്രണ്ടിൽ ഏതാണ്ട് അതാ വണ്ടി കൊണ്ട് നിർത്തിക്കുന്നുണ്ടാ. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പോൾ 2 എൻട്രൻസ് ഉണ്ടല്ലേ? ശരിക്കും ചുറ്റി പോകണം. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ തന്നെ കയറി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തുള്ള എൻട്രൻസിലാണെന്നുണ്ടെങ്കിൽ 150 രൂപയുള്ളൂ ഓട്ടോ ചാർജ്. അതിൻ്റെ അപ്പുറത്തെ എൻട്രൻസിലാണെങ്കിൽ 700 അല്ലേ? 700 അല്ലേ? 200 200. ആ ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. ഈ ഉച്ച വെയിലത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു വലിയൊരു പാറയുടെ മുകളിൽ ഒരു ശിവലിംഗം ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്ക് വേറെ ലഞ്ചായിട്ട് ഇവിടെ മെയിനായിട്ടുള്ളത് കോഫി, വട, ഇഡ്ഡലി, പൂരി മസാല ഇതൊക്കെയാണ് ഉള്ളത്. ഉഴുന്നുവട ഉഴുന്നുവട വേണ്ട, ഉഴുന്നുവട ഇല്ലേ? ഉഴുന്നുവട ഇല്ലേ? ഊണൊന്നും ഇല്ല അല്ലേ? ഊണ് നമ്മുടെ ഇവിടെ ഇല്ല. ബാക്കിൽ വല്ല സാമ്പാർ സാധനം അങ്ങനെ എന്തെങ്കിലും കിട്ടും. അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ആദിയോഗി സ്റ്റാച്ചു ലക്ഷ്യമായി നടക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം തന്നെ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ള ബോർഡുകൾ വച്ചിട്ടുണ്ട്. എന്താ തീയതി? ഫെബ്രുവരി 15. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞാൻ കാണാൻ കൊതിച്ചു വന്ന ശിവന്റെ തിരുനാമത്തോടു കൂടിയ ആദിയോഗി ശിവപ്രതിമ.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ച ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഈശ ഫൗണ്ടേഷന്റെ സ്ഥാപകനും തലവനുമായ സദ്ഗുരുവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് 2014 ഫെബ്രുവരി 24 ശിവരാത്രി ദിനത്തിൽ 112 അടി ഉയരമുള്ള ഈ ആദിയോഗി പ്രതിമ നാടിന് സമർപ്പിച്ചത്. ആദിയോഗിക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യവ്യവസ്ഥയിലെ 5 പ്രധാന ചക്രങ്ങളുടെ പ്രകടനമായി സദ്ഗുരു പ്രതിഷ്ഠിച്ച യോഗേശ്വര ലിംഗമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദിയോഗിയുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഈ ബാക്ക് സൈഡിൽ നിന്നാണ് അവിടെ നിന്നാണ് ഒരു എൻട്രൻസ് ഉള്ളത് ഇങ്ങോട്ട്. മാർച്ച് 8 6 PM to 6 AM വരെ മഹാശിവരാത്രി അന്ന് ഇവിടെ ഭയങ്കര ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ശിവരാത്രി അന്ന് പറ്റുമെങ്കിൽ എല്ലാവരും വരിക, വന്ന് ഇവിടെ വന്ന് ഇതൊക്കെ വന്ന് അനുഭവിച്ചറിയുക. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ, സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയുള്ള. മറ്റിടത്തേക്കാളും കൂടുതലുണ്ടല്ലേ. ഇവിടെ ഒരു ശിവൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇതാണ് ആദിയോഗി സ്റ്റാച്യുവിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട്, നന്ദി, ധ്യാനലിംഗ, ത്രിമൂർത്തി, ലിംഗഭൈരവി. ഇതെല്ലാം ഈ കാണുന്ന സർപ്പവാസലിനകത്താണുള്ളത്. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് ക്യാമറ കൊണ്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇവിടെ വരുന്നവർ ആദിയോഗി സ്റ്റാച്ചു മാത്രം കണ്ട് മടങ്ങാതെ സർപ്പവാസലിനകത്തുള്ള മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളും കൂടെ കണ്ട് മടങ്ങുന്നു. അപ്പം നമ്മളങ്ങനെ കാളവണ്ടിയിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ആ ലേസർ ഷോയും കൂടെ കണ്ടതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. പിന്നെ ഒരു പ്രത്യേകിച്ചൊരു ഗുഡ് ബൈ പറച്ചിലൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴേ ഗുഡ് ബൈ പറഞ്ഞേക്കുകയാണ്. ഗുഡ് ബൈ. ആദിയോഗി ലൈറ്റ് ഷോ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിൽ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, ബാംഗ്ലൂരിലെ ചിക്കബെല്ലാപൂരിൽ ഇതേപോലെ ഒരു ആദിയോഗി പ്രതിമയുണ്ട്. അതും ഈ ഇഷ ഫൗണ്ടേഷന്റെ കീഴിൽ തന്നെയാണ്. അവിടെയും ഇവിടെയും എല്ലാ ദിവസവും 7 മണിക്കാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിക്കുന്നത്. 7 മണിക്ക് ഒരു 7:15 ആവും. കാരണം ആദ്യം കുറച്ച് കീർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിക്കുന്നത്. നമസ്കാരം. ஆதியோகி திவ்ய தரிசனம் நிகழ்ச்சிக்கு வருகை தந்திருக்கும் உங்கள் அனைவரையும் அன்புடன் வரவேற்கிறோம். അതുപോലെ തന്നെ ഈ ലൈറ്റ് ഷോ ഞാൻ ഫുള്ളും നമ്മുടെ വീഡിയോയിൽ കാണിക്കത്തില്ല. വീഡിയോ കൂടെ കാണുന്നേക്കാളും നിങ്ങൾ ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ മ്യൂസിക് ഞാൻ ചിലപ്പോൾ വേറെ മ്യൂസിക് ആയിരിക്കും, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹകരിക്കുക.
नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय